ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും ആദ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ കേസ് അടിച്ചെടുക്കും. അതിൻ്റെ വാങ്ങിച്ച കേസ്. അപ്പോൾ ബ്ലൂ ഡയമണ്ട് ഗോകുലം മാളിൽ കയറിയാൽ കഴിച്ചിട്ട് വേഗം അങ്ങ് ഇറങ്ങി. ഇപ്പോൾ ബ്ലൂ ഡയമണ്ട് മാളിൽ 12:30ക്കാണ് ഷോ. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ സയ്യാര കാണാനാണ് പോകുന്നത്. പിന്നെ ശരിക്കും ക്ലാസ് ഉണ്ട്. ഞാൻ വെറുതെ ക്ലാസ് പോകണ്ട ഇറങ്ങി. ഇതിപ്പം സയ്യാര ഇറങ്ങിയിട്ട് ഇന്നലെയാണ് ഇറങ്ങിയത്. നമ്മൾ ഇന്ന് കാണാൻ പോവാണ്. നമ്മളിവിടെ തിയേറ്ററിലെത്തി. ഇപ്പം നമ്മൾ കയറാനായിട്ട് പോവാണ്. എനിക്കറിയാല, ഞാൻ മാത്രം കരഞ്ഞ് ഇൻ്റർവെല്ലായിട്ടുള്ളൂ. ഇവരൊന്നും കരഞ്ഞില്ല. കരയാനുള്ള വില്ലൻ പോയില്ലേ. ഞാൻ കരഞ്ഞു. അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബ്രൗൺ ടൗണിലേക്കാണ് പോയത്. ആദ്യമൊക്കെ അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തിയേറ്ററിൽ നിന്ന് നാച്ചോസൊക്കെ കഴിച്ചിട്ട് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ എത്തിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി ചീസ് കേക്ക് ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ലോഡഡ് ഫ്രൈസും ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ചേച്ചി അമ്മയും കൂടി ഇപ്പം ഞങ്ങളുടെ കസിൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബേബീനെ കാണാൻ പോകണം. ബേബി ഗേളാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങോട്ടേക്ക് ഇപ്പോൾ കയറാണ്. ഇന്നലെ ബേബി പ്രസവിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കാണാം. ഞാൻ മാത്രം വേറെ ലിഫ്റ്റിലായിപ്പോയി. നമുക്ക് അവരെ കാണാം. ഓ, കുഞ്ഞിക്കാല് കൊണ്ടിട്ട് കടിക്കാൻ തോന്നുന്നു. നല്ല മുടിയുണ്ട്, ചെവിയിൽ വരെ മുടിയുണ്ട്. ഭയങ്കര സോഫ്റ്റ് കാല്. ഗോപുമേമ, അൻവിമേമ. അൻവി മേമയാണോ? അൻവി ചേച്ചിയല്ല, മേമയാണോ? ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് വീട്ടിലെത്തി. അപ്പം എൻ്റെ കസിനാണ്. അപ്പോൾ കസിൻ്റെ ബേബീനെ കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമുണ്ട് ഭാവനെ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് ഭാവനെ കാണാനായിട്ട്. ബേബി ഗേളാണ്. അപ്പം പേരൊക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല പേര് കിട്ടിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പേരൊക്കെ. പിന്നെ നല്ല ക്യൂട്ട് ബേബി. സത്യം പറഞ്ഞാൽ അങ്ങനെ നേരിട്ട് ഞാനങ്ങനെ ഭരത്തുണ്ട് എൻ്റെ കസിൻ, അങ്ങനെ കണ്ടിട്ടുണ്ട് ചെറുതാകുമ്പം. പക്ഷേ എനിക്ക് എത്ര ഓർമ്മ ഞാൻ ചെറുതായിരുന്നു. പിന്നെ ഞാനങ്ങനെ കുഞ്ഞു വാവകളെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത്രയും ജനിച്ച പിറ്റേ ദിവസം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ, എനിക്കാണെങ്കിൽ നല്ല ബേബി ഫീവർ ഉണ്ട്. അതായത് ഇങ്ങനെ കാലൊക്കെ കാണുമ്പോൾ കടിക്കാനും അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. പരുത്തിനെ ഞാൻ നല്ലോണം കടിക്കുമായിരുന്നു. അവൻ കുറച്ച് വലുതായപ്പോൾ ഞാൻ കവളൊക്കെ ഇങ്ങനെ പിടിച്ച് ഞാൻ മുണ്ടി കളിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അതുകൊണ്ട് പരുത്തന്നെ കാണുമ്പോൾ ഇങ്ങനെ ആവായിരുന്നു ആ ഒരു സമയത്തൊക്കെ. എനിക്ക് ഭയങ്കര ഇങ്ങനെ അതിനെ തിന്നാൻ തോന്നും എനിക്ക്. അപ്പോൾ ഇതേപോലെ എനിക്ക് അതിനെ തോന്നി. പക്ഷെ അത് ഭയങ്കര ഇന്നലെ ജനിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ ഭയങ്കര പേടിയും. എൻ്റെ അടുത്ത് വന്നപ്പോഴും എനിക്ക് ഞാൻ എടുത്തു. ഞാൻ ക്ലിപ്പ് ഞാൻ എന്തായാലും ആഡ് ചെയ്യും. അപ്പോൾ അത് എനിക്ക് എടുത്തപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു
ഭയങ്കര പേടി കാരണം എനിക്കത് ആസ്വദിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് പോയി. പിന്നെ പറയാനായിട്ട് സയ്യാറ മൂവി, ഐ എം സോ ഒബ്സസ്ഡ് വിത്ത് ദാറ്റ് മൂവി. കാരണം ഇങ്ങനെ എൻ്റെ റീല് ഫുള്ള് സയ്യാറേൻ്റെ ആയിരുന്നു. എനിക്ക് കണ്ട് അങ്ങനെ എനിക്ക് ഈ മൂവി എനിക്ക് എന്തായാലും കാണണം. എനിക്ക് ഇങ്ങനെ ഒരു ഒബ്സഷൻ വന്നിട്ടില്ല, ഒരു മൂവി കാണണം. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ തന്നെ OTT വന്നിട്ട് സുഖമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇതെനിക്കെന്തോ ആഷിഖി 2 പോലത്തെ അങ്ങനെയാണെന്നൊക്കെ കേട്ടപ്പോൾ ആഷിഖി 3 പോലത്തെയാണെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി എനിക്ക് മൂവി കാണാനായിട്ട്. പക്ഷേ പോയി കണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ വേർത്തായിരുന്നു. കാരണം ബാക്കിയുള്ള തിയേറ്ററിലുള്ളവരൊക്കെ കുറച്ചൊക്കെ കരഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഞാൻ ഫുൾ ടൈം കരയായിരുന്നു. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് അതിന് ഒബ്സസ്ഡ് ആയതുകൊണ്ടായിരിക്കും. ശരിക്കും അത്രയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ഞാൻ ഭയങ്കര കരഞ്ഞ് അലമ്പാക്കി. അതിനെ ചിരിക്കാണ്ട് ഇങ്ങനെയൊക്കെ നിന്ന് ഞാൻ കരയുന്നത് കണ്ടിട്ട്. കാരണം ഞാൻ എങ്ങനെ കരയായിരുന്നു. അയ്യോ, ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയാൽ കരയാറേ ഇല്ല. തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ കരയില്ല, കാരണം ആൾക്കാർ കാണൂലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതെനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ ഒട്ടും കരയാറില്ല. പക്ഷേ ഒറ്റയ്ക്കൊക്കെ മൂവി കാണുകയാണെങ്കിൽ എനിക്ക് സങ്കടം വന്നാൽ ഞാൻ കരയലുണ്ട്. അയ്യോ, അങ്ങനെയൊക്കെയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കണ്ട പോലെ തന്നെ ഞാൻ തിയേറ്ററിൽ അങ്ങ് നല്ല രീതിക്ക് മൂങ്ങി. അപ്പം എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക. എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് സങ്കടമാണ് വന്നത്. എൻ്റെ ചേച്ചിക്ക് അമ്മയ്ക്കൊന്നും ഇങ്ങനത്തെ സങ്കടം മൂവീസ് ഇഷ്ടമില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാണാനൊക്കെ ആയിട്ട്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ചിരിക്കുന്നതും ഇഷ്ടമാണ്, ഇങ്ങനത്തെയും ഇഷ്ടമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗിൽ കാണാം. അപ്പം അജിതൻ ബൈ. അപ്പം ഈ വ്ളോഗ് ഇഷ്ടമായി, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.